സർക്കാർ വിലക്ക് മറികടന്ന് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത് വ്യാപകം. മത്സ്യസമ്പത്തിന് ആഘാതമാകുന്ന കാരണത്താലാണ് ചെറുമത്സ്യവേട്ടയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. നിരോധിത വല ഉപയോഗിച്ച് നടത്തുന്ന മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. വളർച്ചയെത്താത്ത മത്തി, അയല, മുള്ളൻ, മാന്തൾ, ചൂട തുടങ്ങിയവയാണ് ജില്ലയിലെ മത്സ്യ മാർക്കറ്റുകളിൽ സുലഭമായി വിൽക്കുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർധനയും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ വരുമാന മാർഗവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നതിൽ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ സർക്കാരിന്റെ വിലക്ക് മറികടന്ന് നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറുമത്സ്യങ്ങളെ പിടിക്കുന്നത്. ഇത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്കും വലിയ ഭീഷണിയാവുകയാണ്. സംസ്ഥാന കടൽ മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം 58 ഇനം വാണിജ്യ പ്രാധാന്യമുള്ള മത്സ്യങ്ങളെ പിടിക്കുന്നതിൽ വലിപ്പ നിയന്ത്രണങ്ങളുണ്ട്. മത്തി 10 സെന്റിമീറ്റർ, മാന്തൾ 9, പൂവാലൻ 6, അയല, പുയ്യാപ്ലക്കോര, ചെമ്മീൻ, ചൂര ഈ വിധത്തിൽ നിശ്ചിത വലുപ്പമെത്താത്ത മത്സ്യങ്ങളെ പിടികൂടാൻ പാടില്ല. അനധികൃത മത്സ്യബന്ധനത്തിലൂടെ കോടികളുടെ മത്സ്യസമ്പത്താണ് ഇതുവഴി നശിക്കുന്നത്. തെക്കൻ ജില്ലകളിൽ മത്സ്യത്തൊഴിലാളികൾ ഇരട്ടവല മീൻപിടുത്തം നിർത്താൻ തീരുമാനിച്ചതോടെ ഇപ്പോൾ ബേപ്പൂർ, പുതിയാപ്പ, കൊയിലാണ്ടി മീൻപിടുത്ത തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇരട്ടവല മീൻപിടുത്തം വ്യാപകമായി നടക്കുന്നത്. ഭക്ഷ്യയോഗ്യമല്ലാത്ത കടൽ ജീവികളും പലപ്പോഴും മത്സ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ അവ കാലിത്തീറ്റ കമ്പനിയിലേക്കാണ് അയക്കുന്നത്. ഇതുവഴി വൻ ലാഭം കൊയ്യാനും കഴിയുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.